താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ്. ഇന്ന് അനിത ഞായറാഴ്ചയുടെ രാത്രിയാണ്. സഭയിലെ ഏറ്റവും വലിയ നോയമ്പിന്റെ തൊട്ടു മുമ്പുള്ള 2 ഞായറാഴ്ചകൾ. കഴിഞ്ഞ ഞായറാഴ്ച വാങ്ങിപ്പോയ പട്ടക്കാരെ സഭ അനുസ്മരിച്ചു. എല്ലാ ആചാര്യന്മാരെയും അനുസ്മരിച്ചു. ഈ ഞായറാഴ്ച സകല വിശ്വാസികളായി വാങ്ങിപ്പോയവരെയും അനുസ്മരിക്കുകയാണ്. അടുത്ത ആഴ്ച നോയമ്പ് തുടങ്ങുകയാണ്. അപ്പം നോയമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ വിശ്വാസികളുടെയും ഓർമ്മ സഭ കൊണ്ടാടുകയാണ്. മൃതരെ പ്രതി അത്ഭുത പ്രവൃത്തികൾ നീ ചെയ്യും, വീരരെഴുന്നേൽക്കും, നിന്നെ സ്തുതി ചെയ്യും. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ ഒരൊറ്റ പോയിന്റിലേക്കാണ് ബൈബിൾ മുഴുവൻ നമ്മളെ കൊണ്ടുപോകുന്നത്. അത് പുനരുത്ഥാനം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം അതാണ്. മരണം നീങ്ങി പുനരുത്ഥാനത്തിലേക്ക് വരുന്നു. പഴയ നിയമത്തിൽ നമുക്ക് കാണാം, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കും, മൃതരെഴുന്നേൽക്കും. അപ്പൊ ഇതാണ് ഹോപ്പ്. കാരണം മനുഷ്യവർഗത്തിന് ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം മരണമാണ്. മനുഷ്യർക്ക് നിലനിൽപ്പാൻ കഴിയുന്നില്ല. അപ്പൊ അതിനുള്ള പരിഹാരം അത് പുനരുത്ഥാനമാണ്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ശ്രദ്ധയെ തിരിക്കുന്നത്. 88-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ, നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ, മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ, ശവക്കുഴിയിൽ നിന്റെ ദയയെയും വിനാശത്തിൽ നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുമോ, അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ? ക്വസ്റ്റ്യൻസ് ആണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ ഗീതങ്ങളൊന്നിൽ ആ 88-ാം സങ്കീർത്തനത്തിലെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ഗീതം എഴുതിയിരിക്കുന്നത്. അവിടെ മൃതരെ പ്രതി നീ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുമോ, മൃതരെഴുന്നേൽക്കുമോ, അവർ നിന്നെ സ്തുതിക്കുമോ. പക്ഷെ ഇവിടെ പറയുന്നത്, ഹാഹാ, മൃതരെ പ്രതി അത്ഭുത പ്രവൃത്തികൾ നീ ചെയ്യും, വീരരെണീക്കും, നിന്നെ സ്തുതി ചെയ്യും. ഹല്ലേലൂയ. അപ്പം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാണ്. മനുഷ്യപുത്രന്റെ 2ാമത്തെ എഴുന്നള്ളത്ത്. മനുഷ്യപുത്രൻ തന്റെ സകല പരിശുദ്ധ ദൂതന്മാരുമായി സ്വപ്രതാപത്തോടെ വന്ന് തന്റെ മഹത്വമുള്ള സിംഹാസനത്തിന്മേൽ ഇരിക്കും. സകല ജാതികളും അവന്റെ മുൻപാകെ കൂട്ടപ്പെടും. തന്റെ തേജസ്സേറിയ എഴുന്നള്ളത്തിനെ കുറിച്ചാണ്. ഇപ്പൊ നാളെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന വിശുദ്ധ എവൻഗേലിയൻ ഭാഗത്തിൽ ലൂക്കോസ് വിശേഷത്തിൽ നിന്ന് വായിക്കും, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഉപദ്രവിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ചെറിയ ആട്ടിൻകൂട്ടത്തിനായി ദൈവം രാജ്യത്തെ നൽകുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ മരിച്ചവരെ ഓർക്കുന്നത്, സകല മൃതരെയും അനുസ്മരിക്കുന്നത്? അതൊരു
സംശയമാണ്. നമ്മൾ ഇന്നലെ ലൈവ് ശ്രദ്ധിച്ചവർക്കറിയാം, നമ്മൾ സമയത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ആ ചിന്തയും സഭയുടെ ഈ ആചാരവുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഓർത്തഡോക്സി നമുക്ക് പലപ്പോഴും ഗ്രഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുക, കാരണം ധാരാളം ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഉണ്ട്. ധാരാളം ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഉള്ളപ്പോൾ അതിലൊരു ഡിനോമിനേഷൻ പോലെ മാത്രമാണ് പലരും ഓർത്തഡോക്സ് സഭയെ അല്ലെ ഓർത്തഡോക്സിയെ കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഓർത്തഡോക്സി എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നേരിട്ട് സ്ഥാപിച്ച ആ സഭ, അത് അതേ രീതിയിൽ തുടർന്നു പോകുന്നതാണ്. ചെറിയ കൂട്ടമാണ്, ചെറിയ ആട്ടുകൂട്ടമാണ്. പക്ഷെ അതിൽ സംഭവിച്ചത് ഡ്യുവലിസ്റ്റിക് വ്യൂ അല്ല ഓർത്തഡോക്സിയിലുള്ളത്. ഒന്നിനെയും വേർതിരിക്കുന്നില്ല. ദൈവം, മനുഷ്യൻ, അവിടെയും വേർതിരിവ് കാണുന്നില്ല. കാരണം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ, യൂണിയൻ എന്ന കാഴ്ചപ്പാട് മനസ്സിലാക്കണമെങ്കിൽ വളരെ പ്രയാസമാണ്. ഇനി അത് താത്വികമായിട്ട് ഗ്രഹിക്കുന്നവർക്ക് തന്നെ അത് ആത്മാവിൽ ആ ആശയം സന്നിവേശിപ്പിക്കപ്പെടണമെന്നില്ല. വീണ്ടും അവർ ഡ്യുവലിസം പറയാറുണ്ട്. മനുഷ്യവർഗം ഒരു കുടുംബമാണ്. നിങ്ങൾ ഈ ഓർത്തഡോക്സിലേക്ക് നോക്കുമ്പോൾ അന്ന് വരെ മനുഷ്യവർഗം ആർജിച്ച വൈജ്ഞാനിക മേഖലകളിൽ, തത്വചിന്താ മേഖലകളിലൊക്കെ മനുഷ്യന്റെ എല്ലാ ആർജിത അറിവുകളെയും അവബോധത്തെയും എല്ലാം ഉൾക്കൊണ്ടുള്ള പ്രാർത്ഥനകളാണ്. നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥനകൾ എഴുതി ആ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്നു. അത് വളരെ ശ്രേഷ്ഠമാണ്. ഈ ഓർത്തഡോക്സിയിൽ യഥാർത്ഥത്തിൽ അത് ചർച്ച്, സഭ അത് ഡൈനാമിക് ആയിട്ടിരിക്കണം, ഡൈനാമിക് ആയിരിക്കണം. അതിന്റെ തിയോളജി, അതിന്റെ ലിറ്റർജി അതൊരിക്കലും സ്റ്റാറ്റിക് ആകരുത്. ഓർത്തഡോക്സിയിൽ സംഭവിച്ച് നമ്മളിപ്പോഴും പഴയ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു. അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്, അതിശ്രേഷ്ഠമാണ്. പക്ഷെ അവർ ആർജിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ പ്രാർത്ഥനകളെ കൊണ്ടുവന്നു. പക്ഷെ മനുഷ്യവർഗം അതിൽ നിന്നൊക്കെ വളരെ മുന്നോട്ട് പോയി. ഇന്നായിരുന്നു നമ്മുടെ പിതാക്കന്മാർ ഈ പ്രാർത്ഥനകൾ എഴുതിയിരുന്നതെങ്കിൽ ഇന്നത്തെ ആർജിത അറിവുകളെല്ലാം അതിൽ പ്രതിഫലിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തോട് ചേർന്നാണ്, മനുഷ്യരോട് ചേർന്നാണ്, ഒന്നിനും എതിരല്ല. ഇതൊരു യാത്രയാണ് മനുഷ്യവർഗത്തോട് ചേർന്ന്. അത് എവിടേക്കാണ് ആ യാത്ര? പുനരുത്ഥാന ദിനത്തിലേക്കുള്ള യാത്രയാണ്. അതാണ് പൗലൂസ് ലീഹ പറയുന്നുണ്ട് തന്റെ സുവിശേഷത്തെ കുറിച്ച്. തന്റെ സുവിശേഷം എത്തരത്തിലുള്ള സുവിശേഷമാണ്? ഇറ്റ് ഈസ് എ ഗോസ്പൽ ഓഫ് ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ജീവന്റെയും അക്ഷയതയുടെയും സുവിശേഷം. തിമോത്തിയോസിന് എഴുതുമ്പം 2-ാം ലേഖനമാണ്, 2 തിമോത്തിയോസ് 1-ാം അധ്യായം 10-ാം വാക്യം. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത. ഇന്നലെ നമ്മൾ പറഞ്ഞു, മരണം എന്നാൽ ക്രോണോസ് ആണ്, ഒരു മരണപ്പുഴയാണ്. അപ്പൊ ക്രോണോസ്
ഇല്ലാതെയാവുക. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ദാറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. അതൊരിക്കലും ഇല്ല. സമയം എന്നാൽ ഇന്നലെകളാണ്. പാസ്റ്റ് ടൈം, പാസ്റ്റ് ടൈം, കഴിഞ്ഞു പോയ സമയം, അതാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. പിന്നെയുള്ള ഒരിക്കലും ഇന്നുവരെ വരാത്ത ഫ്യൂച്ചറാണ്. പിന്നെ നമ്മൾ നിൽക്കുന്നത് ഒരു സെക്കൻഡിന്റെ 1 കോടിയിൽ ഒരംശം, അല്ലെങ്കിൽ 1 കോടിയല്ല, 1,00,000 കോടിയിൽ ഒരംശം. ഒരു സെക്കൻഡിന്റെ 1,00,000 കോടിയിൽ ഒരംശം, അതിൽ പോലും നമ്മൾ ജീവിക്കുന്നില്ല. കാരണം പാസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡും ഡൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ മരണപ്പുഴ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു മോചനം, അതുകൊണ്ടാണ് സകല സൃഷ്ടിയും ഞരങ്ങി ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. മായയുടെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതൽ. റോമാലേഖനം 8 അങ്ങനെ എഴുതിയിരിക്കുന്നത് പൗലൂസ്. മായയുടെ ദാസ്യത്വം. എന്താണ് മായ? മായ എന്ന് പറയുന്നത് ഈ സമയമാണ്, ഈ കാലമാണ്. ഈ കാലത്തിന്റെ ദാസ്യത്വം എവിടെയാണ്? നമ്മൾ ഇന്നലെ കേട്ടതാണ്. അപ്പോസ്തലപ്രവൃത്തി 17 പറയുന്നത്. വി ആർ ഓൾ ബൗണ്ടഡ് ബൈ ടൈം ആൻഡ് സ്പേസ്. ഇപ്പൊ ടൈമിനും സ്പേസിനും നമ്മൾ ബൗണ്ടഡ് ആയിരിക്കുന്നു. ആ ബൗണ്ടഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള വിടുതൽ, അല്ലെ ഈ ക്രോണോസ് എന്ന് പറയുന്ന ഈ പുഴയിലൂടെ മനുഷ്യവർഗം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. റോമാലേഖനം 8:20 പറയുന്നത്, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പം സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വം, റോമാലേഖനം 8 ഞാൻ പറഞ്ഞ വാക്യം നിങ്ങൾ എടുത്ത് നോക്കുക, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്. അപ്പൊ ദ്രവത്വത്തിന്റെ ദാസ്യത്വം, റോമാലേഖനം 8:20 വാക്യമാണ്. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വം. അപ്പൊ ഈ ഹോൾ ക്രിയേഷന് നമുക്കൊരു അടിമത്തമുണ്ട്, ഒരു ദാസ്യത്വമുണ്ട്. ഇപ്പൊ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും, മുഴുപ്രപഞ്ചത്തിനും, എല്ലാ സൃഷ്ടിക്കും ആ ദാസ്യത്വമുണ്ട്. ആ ദാസ്യത്വം എന്തിന്റെ ദാസ്യത്വമാണ്? ദ്രവത്വം. ദ്രവിച്ചു പോകുന്നു. ആ ദ്രവത്വത്തിന്റെ ദാസ്യത്വമാണ്. ആ ദ്രവത്വത്തിന്റെ ദാസ്യത്തിന് നമ്മൾ ആർക്കാണ് കീഴ്പ്പെട്ടിരിക്കുന്നത്? മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ക്രോണോസിന് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുന്നു. സകല മനുഷ്യരും, എല്ലാ പ്രപഞ്ചവും, എല്ലാ സൃഷ്ടിയും അതിന് കീഴ്പ്പെട്ടിരിക്കും. ആദ്യ മനുഷ്യനായ ആദം പാപം ചെയ്തപ്പോൾ അവൻ ക്രോണോസിലേക്ക് നിപതിച്ചു, വീണുപോയി. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം അവിടെ ആകാശത്തിൽ 1/3 1/3 വലിച്ചു താഴെ ഇടുകയാണ്. 1/3 വലിച്ചു താഴെ ഇടുകയാണ്. അപ്പൊ 1/3 ഒരു കയോസിൽപ്പെട്ടു. അപ്പൊ 1/3 ഈ ക്രോണോസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പൊ 2/3 ഭാഗം അൺഅഫക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. മൂന്നിലൊന്ന് ഭാഗം ക്രോണോസിലാണ്. സമയബന്ധിതമായി സമയത്താൽ സ്വാധീനിക്കപ്പെടും ദ്രവത്വത്തിൽ. പക്ഷേ 2/3 അൺഅഫക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. ഈ അൺഅഫക്റ്റഡ് ആയിട്ടുള്ള അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അഫക്റ്റഡ് ആയ ഭാഗം റിസ്റ്റോർ ചെയ്യപ്പെടും. ഈ ഒരു ആശയത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇനി മറ്റൊരു ചിന്ത പറഞ്ഞ, നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് ഇന്നലയിലേക്ക് നോക്കാൻ പറ്റുമോ? ഭൂതകാലത്തിലേക്ക് നോക്കാൻ പറ്റുമോ? ഒരു 10 വർഷം മുമ്പത്തെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ സൂര്യനിലേക്ക് നോക്കിയാൽ, സൂര്യനെ കാണുമ്പോൾ 8.5 മിനിറ്റ് മുൻപുള്ള ഒരു സൂര്യനെയാണ് നിങ്ങൾ കാണുന്നത്. കാരണം സൂര്യനിൽ നിന്ന് പ്രകാശരശ്മികൾ ഭൂമിയിലെത്താൻ 8.5 മിനിറ്റ് വേണം. സൂര്യൻ പെട്ടെന്ന് കംപ്ലീറ്റ് കെട്ടുപോയാലും 8.5 മിനിറ്റ് സമയത്തേക്ക് കൂടെ ഭൂമിയിൽ വെളിച്ചം വന്നുകൊണ്ടിരിക്കും. അതായത് സൂര്യൻ കംപ്ലീറ്റ് അങ്ങ് കെട്ടുപോയാലും ആ ന്യൂസ് ഭൂമിയിലുള്ളവർ അറിയാൻ 8.5 മിനിറ്റ് എടുക്കും. സൂര്യൻ അവിടെ ഇല്ലാന്ന് വെക്കുക, പക്ഷെ 8.5 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും കാണുന്നത് പഴയ സൂര്യനെയാണ്, അതായത് 8.5 മിനിറ്റ് മുമ്പത്തെ സൂര്യനെയാണ്. നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളാകട്ടെ ലക്ഷക്കണക്കിന് വർഷം മുമ്പുള്ള നക്ഷത്രങ്ങളെയാണ്. കാരണം ആ നക്ഷത്രങ്ങളിൽ നിന്നുള്ള വെളിച്ചം ഭൂമിയിലെത്താൻ ലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലെ നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന ആകാശം റിയൽ അല്ല, അത് പാസ്റ്റിലുള്ളതാണ്, ഭൂതകാലത്തിലുള്ളതാണ്, ഇപ്പോഴുള്ളതല്ല. അത് നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീന്റെ സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കുന്നത്. അതായത് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളിൽ പലതും അവിടെ റിയൽ ആയിട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അല്ലെ, ആ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ച് പോയാലും അത് കാണണമെങ്കിൽ ഒരു 3-4 ലക്ഷം വർഷം കഴിഞ്ഞ് ജനിക്കുന്ന മനുഷ്യർക്ക് അത് കാണാൻ പറ്റത്തുള്ള ആ കാഴ്ച. അതായത് ഇപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ഇപ്പോൾ അവിടെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം കഴിയണം. ഈ ലൈവിന് ഡിലേ ഉണ്ട് വിനു ജോസഫ്. ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവരുന്നതിന്റെ സാരം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന കാഴ്ചകൾ തന്നെ നമ്മുടെ മാനദണ്ഡം അനുസരിച്ച് റിയൽ അല്ല, റിയാലിറ്റി അല്ല. അപ്പൊ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ, നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം, ഈ കാഴ്ചകൾ, ഇതൊന്നും ഇപ്പോൾ ഉള്ളതല്ല. അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ക്രോണോസിന്റെ വഞ്ചനയാണ്. അതായത് ഈ ക്രോണോസിൽ നമ്മൾ പെട്ടുകിടക്കുമ്പോൾ ആ ക്രോണോസിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ആശയക്കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്നാൽ ആ ചിന്തയെ മാറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയാണ് സഭയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മരിച്ചുപോയവരെ അല്ലെങ്കിൽ വാങ്ങിപ്പോയവരെ നമ്മൾ അനുസ്മരിക്കുന്നത്. അത് ഈ ക്രോണോസിൽ പെട്ടവർക്കാണ് അവർ മരിച്ചു പോയിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ക്രോണോസ് എന്ന പുഴയിലൂടെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഡിസ്നി വേൾഡിൽ പോകുമ്പോൾ ഉണ്ട്, നമ്മളെ ഒരു ബോട്ടെ കയറ്റി ഇരുത്തും. ചിലപ്പം വീഗാലാൻഡിലൊക്കെ കാണുമായിരിക്കും, ഞാൻ അവിടെ പോയിട്ടില്ല. ഇങ്ങനെയുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളിലൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഡിസ്നി വേൾഡിൽ പോയപ്പോൾ കണ്ടാണ്. നമ്മൾ ഒരു ബോട്ടെ കയറ്റി ഇരുത്തും, എന്നിട്ടൊരു പുഴയാണ്, ആ പുഴയിലൂടെ നമ്മളിങ്ങനെ ഒഴുകി പോവാണ്. നമ്മൾ ഒഴുകി പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോവാണ്. അപ്പം ഈ ഡിസ്നി മൂവീസിലെ എല്ലാം കഥാപാത്രങ്ങൾ സൈഡിൽ നിൽപ്പുണ്ട്, അതിൽ ഓരോ സീനുകൾക്കകത്തൂടെ, അതായത് ഓരോ മൂവിക്കകത്തൂടെയൊക്കെ നമ്മൾ പോകുന്നത്. നല്ല രസമാണ്. നമ്മൾ റിയലി ആ മൂവിക്കകത്ത് നമ്മൾ ഉണ്ടെന്ന് തോന്നും. നമ്മൾ അതിനകത്തൂടെ പോവും, ആ സീൻസ് എല്ലാം കാണാം. അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോഴേക്കും ഗോഡ്സില്ല വരുന്നു, പിന്നെ കിങ് കോങ് വരുന്നുണ്ട്, പിന്നെ ടൈറ്റാനിക് കപ്പൽ കാണാം, അത് കാണാം, പിന്നെ ജുറാസിക് പാർക്ക് കാണാം, അങ്ങനെ ഓരോന്നൊക്കെ കാണാം. ഇങ്ങനെ നമ്മൾ പോവാം. അപ്പൊ അതിനകത്തൂടെ നമ്മളിങ്ങനെ പോവാം, സഞ്ചരിച്ച്. ഇതുപോലെയാണ് ലൈഫ്, ഈ ക്രോണോസ്. നമ്മളിങ്ങനെ പോകുന്നു, ഇവിടെ വന്നു, ഇപ്പുറത്തിറങ്ങി, നമ്മുടെ ബോട്ട് പുറത്തു വന്നു, നമ്മൾ എക്സിറ്റ് ആയി. നമ്മൾ പുറത്തു വന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ നോക്കും, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവര് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ആ കാഴ്ചകൾ അല്ലെങ്കിൽ നമ്മൾ കണ്ട ആ സംഭവങ്ങൾ അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. ആ ജുറാസിക് പാർക്കും അവിടെ നമ്മൾ കണ്ട കിങ് കോങ്ങും
അതിനെ നമ്മൾ പാസ് ചെയ്ത് പോന്നു. കാരണം എന്നെ ഒരു ബോട്ടെ കയറ്റിയിരുത്തി, ആ ബോട്ട് ഇങ്ങനെ ആ വെള്ളത്തിൽ കൂടെ ഒഴുകി ഇങ്ങനെ പോന്നു. ഞാനിതെല്ലാം കണ്ടു, ഇങ്ങനെ വന്നു. അവസാനം ആ ഇരുട്ടിനകത്ത് നിന്നെല്ലാം പുറത്തിറങ്ങി. ഇപ്പുറം വന്നു കഴിഞ്ഞപ്പം എന്നെ ബോട്ടിൽ നിന്ന് ഇറക്കി, ഞാൻ പുറത്തിറങ്ങി. അപ്പം ഞാൻ ചിന്തിക്കുന്നത് അതെല്ലാം കഴിഞ്ഞു പോയെന്നാ. പക്ഷേ എനിക്കിപ്പം അറിയാം അത് അവിടെ ഉണ്ട്. ഞാൻ ഈ ബോട്ടെ പോന്ന. അപ്പൊ സഭയുടെ കാഴ്ചപ്പാട് ദൈവീകമാണ്. അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് ദൈവം അയോൺസിലാണ് നിൽക്കുന്നത്. ഇന്നലെ നമ്മൾ അയോണിക് ടൈമിനെ കുറിച്ച് പറഞ്ഞു. അയോണിക് ടൈം എങ്ങനെയാണ്? അതിന്റെ സെന്റർ ഇറ്റ് ക്യാൻ ബി എനിവെയർ. അതിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ അതിന്റെ ആ പുറമൊന്നും എവിടെയും ഇല്ലതാനും. ഡസന്റ് എക്സിസ്റ്റ്. അപ്പൊ അത് എവിടെയും ആകാം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം കാല ദേശ ബന്ധിതനല്ല. നമ്മളാണ് ആ ടിക്കറ്റ് എടുത്തു, നമ്മൾ അവിടെ ക്യൂ നിന്നു, ഞാൻ ആ ക്യൂവിൽ ചെന്ന് ഞാൻ ആ ബോട്ടെ കയറി, ആ ബോട്ട് സഞ്ചരിച്ചു, ആ ബോട്ട് ഈ വെള്ളത്തിൽ കൂടെ ഒഴുകി പോയി, ഞാൻ അതും ഇതും എല്ലാം കണ്ടു, ബോട്ട് ഇപ്പുറത്ത് വന്നു, ഞാൻ പുറത്തിറങ്ങി. പക്ഷെ ആ കാഴ്ചകളെല്ലാം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവനുള്ളവരുടെ ദൈവമാണ്. അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവനുള്ളവരുടെ ദൈവമാണ്. ഇപ്പൊ പരേതർ അല്ലെങ്കിൽ വാങ്ങിപ്പോയവർ, അവർ ദൈവത്തെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ചാണ് അവർ മരിച്ചു പോയിരിക്കുന്നത്. ദൈവത്തെ സംബന്ധിച്ച് ദേ ആർ വെരി റിയൽ. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഓർക്കുന്നത്, അവർക്കായി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. നമ്മൾ ദ്രവത്വത്തിന്റെ ദാസ്യത്തിലായിരിക്കുന്നു. നമ്മൾ ദ്രവത്വത്തിന്റെ ദാസ്യത്തിലും മായയ്ക്ക് കീഴ്പ്പെട്ടും ഇരിക്കുന്നതിനാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ക്രോണോസിലൂടെ പോകുന്നതിനാൽ നമുക്കത് മനസ്സിലാകുന്നില്ല. അതാണ് പൗലോസ് പറയുന്നത്, സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തി നമ്മുടെ കർത്താവ്. ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. അപ്പൊ ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റിയെ കർത്താവ് വെളിപ്പെടുത്തി. അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്? ക്രോണോസ് അവിടെ നിൽക്കുകയാണ്, ഒരു കൈറോസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ യുദ്ധം നടക്കുക, ഇസ്രായേലുമായിട്ട് യുദ്ധം നടക്കുക. അപ്പൊ യോശുവ പറയാണ്, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക. അങ്ങനെ ഒരു ദിവസം പിന്നെ ഉണ്ടായിട്ടില്ല. യോശുവ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു കൈറോസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ മുഴു യുദ്ധഭൂമിക്കുമായി സമയത്തിന്റെ ഒഴുക്ക് അവിടെ നിന്നു. ആ സമയത്തിന്റെ ഒഴുക്കിനെ പിടിച്ചു നിർത്തുന്ന വലിയൊരു ദിവസത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കി പാർത്തിരിക്കുന്നത്. അതാണ് തന്റെ വലിയ മഹത്വത്തോടെ ഉള്ള വലിയ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർത്തിരിക്കുന്നു. നിക്കാ വിശ്വാസ പ്രമാണം തീരുമ്പോ പറയുകയാണ്. അപ്പൊ വലിയ മഹത്വത്തെ, അപ്പൊ നമ്മൾ ഈ തോട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ നോയിമ്പോടെയും പ്രാർത്ഥനയോടെയും സഭ കർത്താവിനെ നോക്കുകയാണ്. സഭയുടെ പ്രത്യാശ കർത്താവിന്റെ വരവാണ്, അല്ലെങ്കിൽ ഈ ഒഴുക്ക് നിൽക്കുന്നതാണ്. ഈ ഒഴുകുന്ന മരണപ്പുഴയുടെ ഒഴുക്ക് നിൽക്കുന്ന ദിവസം. അപ്പൊ അതുകൊണ്ടാണ് ഈ നോയിമ്പിൽ നമ്മൾ ഈ ഒഴുക്കിൽ കഴിഞ്ഞ നാളുകളിൽ മിസ്സായ മുഴുവൻ ആളുകളെയും നമ്മൾ ഓർക്കുന്നത്. ഈ ഒഴുക്കിലൂടെ നമ്മൾ പോരുകയായിരുന്നു. അവർ ഓരോ സ്ഥലങ്ങളിലായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെ പാസ് ചെയ്ത് പോന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവരെ പാസ് സകലത്തിന്റെയും സൃഷ്ടാവും മർത്തികുലത്തിന്റെ ആത്മശരീരങ്ങളുടെ നിർമ്മിതാവും മനുഷ്യ പ്രകൃതിയുടെയും സ്ഥിതി ചെയ്യുന്നതും കടന്നു പോകാത്തതുമായ ജീവന്റെയും ഐഹിക നടപടിയുമായ പരത്തിലേക്കുള്ള വേർപാടിന്റെയും നാഥനുമാകുന്ന ദൈവമേ, സജീവന്മാർക്ക് നീ ആയുസ് നിർണയിക്കുന്നു, മരിച്ചു പോകുന്നവർക്ക് നീ സീമയും നിശ്ചയിക്കുന്നു. പാതാളത്തിലേക്ക് നീ ഇറക്കുകയും അതിൽ നിന്ന് കരയേറ്റുകയും
ശക്തിയോട് ബന്ധിച്ചിട്ട് വീറോട് അഴിച്ചുവിടുന്നു. ഇപ്പോഴുള്ളവയെ സുഖമായി നീ നയിക്കുന്നു. വരാനുള്ളവയെ യുക്തമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു. മരണശിക്ഷയാൽ നീ തപിപ്പിക്കുന്നു. എന്നാൽ പുനരുദ്ധാരത്തിന്റെ പ്രത്യാശയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ നിസ്സാര പ്രാർത്ഥനകളെ ശ്രദ്ധിക്കണമേ. സൗമ്യനായും ദയാലുവായും ഞങ്ങൾക്ക് കാണപ്പെടണമേ. കർത്താവേ, സത്യവിശ്വാസത്തോടെ നിന്റെ സന്നിധിയിലേക്ക് പുറപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കന്മാരും സഹോദരീ സഹോദരന്മാരും ഗൃഹന്മാരുമായ എല്ലാവരെയും ഓർക്കണമേ. ഞങ്ങളോട് രക്തത്തിലും പ്രകൃതിയിലും കുലത്തിലും ഗോത്രത്തിലും ദേഹത്തിലും ബന്ധമുള്ള എല്ലാവർക്കും വിശ്രമം കൊടുക്കണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടറിവൂടാതെയും വന്നുപോയിട്ടുള്ള ഞങ്ങളുടെയും അവരുടെയും സകല തെറ്റുകളെയും ക്ഷമിക്കണമേ. പ്രത്യേക ഇന്ന് ഞങ്ങൾ ഓർത്തിട്ടുള്ളവരെയും സ്മരിക്കണമേ. ഞങ്ങളുടെ ദേഹങ്ങളും ദേഹികളും മോദനീയ സ്ഥലങ്ങളിൽ ചേരുകയും സ്വർഗീയ കൂടാരങ്ങളിൽ നിവസിക്കുകയും പച്ചമേച്ചിൽ പ്രദേശത്ത് മേയുകയും നിർമ്മലതയ്ക്കിൽ കൂടിയിരിക്കുകയും മോദനീയ വസതിയിൽ സ്ഥിതി ചെയ്യുകയും വിശുദ്ധന്മാരോടും നിശ്ചയിക്കുകയും പുണ്യവാന്മാരോടുകൂടി മോദിക്കുകയും അനശ്വര പ്രകാശത്തിൽ വസിപ്പിക്കുകയും നിത്യശാന്തി പ്രാപിക്കുകയും അന്തമില്ലാത്ത സൗഭാഗ്യം അനുഭവിക്കുകയും ചെയ്യുമാറാകണമേ. സന്തോഷകരമായ വസതിയും മനോഹരമായ സമ്മേളന സ്ഥലവും ദുഃഖവും വേദനയും സങ്കടവും ചേരാത്ത സമ്മേളന സ്ഥലവും ദുഃഖവും വേദനയും സങ്കടവും ചേരാത്ത ദിക്കും അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരും ഭക്തിയോടും സൽപ്രവൃത്തികളോടും പിരിഞ്ഞുപോയ മറ്റുള്ളവരും നിത്യമഹത്വം അനുഭവിച്ച് ആനന്ദിക്കുന്നതുമായ പ്രദേശവും അവർക്ക് നീ കൊടുക്കണമേ. കർത്താവേ, ലോകത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാരായ എല്ലാവരെയും ഇപ്പോൾ ഞങ്ങളോടൊന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും എല്ലാവിധത്തിലും സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. സ്വർഗീയ ഭാഗ്യം അവർക്ക് കാണിച്ചു കൊടുക്കണമേ. വചനത്തിലും പ്രവൃത്തിയിലും അവരെ ധൈര്യപ്പെടുത്തണമേ. നിന്റെ ശക്തിയുള്ള ശാന്തതയിൽ അവരെയും സംബന്ധിപ്പിക്കണമേ. അവരുടെ ആത്മസങ്കടങ്ങളെ പരിഹരിച്ച് മനോദുഃഖത്തെ നീക്കണമേ. അവരുടെ വിലാപത്തിൽ ബാഷ്പങ്ങളെ തുടച്ച് അവരുടെ ദുസ്സഹ സങ്കടങ്ങളെ പരിഹരിക്കണമേ. ദുഃഖിതരെ സന്തോഷിപ്പിക്കണമേ. പീഡിതരെ സഹായിക്കണമേ. എല്ലാ സ്ഥലത്തും എല്ലാ പ്രകാരത്തിലും അവരെ കാത്തുകൊള്ളണമേ. അവരെ സ്വസ്ഥരും സുസ്ഥിതരും തെറ്റാത്തവരും ഉപദ്രവവും വ്യഥയും നാശമില്ലാത്തവരും ആരോഗ്യവാന്മാരുമാക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ സകല വിശുദ്ധന്മാരോടൊന്നിച്ച് അനശ്വര ജീവിതത്തിനും നിത്യനന്മയ്ക്കും യോഗ്യരാക്കണമേ. നീ നല്ലവരും വളരെ കരുണയുള്ളവരുമാകുന്നുകൊണ്ട് നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എപ്പോഴും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. നമ്മളൊരു സെതറ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ വാങ്ങിപ്പോയവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള സെതറകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, നിന്റെ ദൈവത്വത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നു. നിന്റെ അനാദ്യന്ത കരുണയാൽ ഇന്ന് ഞങ്ങൾ അവരുടെ ഓർമ്മ നടത്തുന്ന നിന്റെ ദാസിദാസന്മാരുടെയും സത്യവിശ്വാസത്തിൽ നിന്റെ പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ച വിശ്വാസികളായ എല്ലാ മരിച്ചുപോയവരുടെയും ആത്മാക്കളോട് കരുണ ചെയ്ത് അവരെ നീതീകരിക്കണമേ. ദുഷ്ടദൂതന്മാരിൽ നിന്നും അവരെ രക്ഷിക്കണമേ. മേലുള്ള ഊർശലേമിലേക്ക് അവരെ രക്ഷിക്കണമേ. മേലുള്ള ഊർശലേമിലേക്ക് അവരെ അടുപ്പിക്കണമേ. അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ അപേക്ഷകളെ സ്വീകരിക്കണമേ. അപ്പൊ ഈ ഒത്തിരി ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇറ്റ്സ് എ ഡൺ ഡീൽ, ഇതെല്ലാം ഓൾറെഡി നടന്നതാണ്, പിന്നെ ഈ പ്രാർത്ഥനകൾ എന്തിനാണ്? ഈ പ്രാർത്ഥനകൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ക്രോണോസിലാണ്. നമ്മൾ ക്രോണോസ് എന്ന ആ പുഴയിലൂടെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിലാണ്. നമ്മൾ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അപ്പൊ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് കൊണ്ടും ദ്രവത്വത്തിന്റെ ദാസ്യത്തിലായിരിക്കുന്നത് കൊണ്ടും ക്രോണോസ് പുഴയിലൂടെ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റാറ്റസിൽ നിന്നാണ് ഈ പ്രാർത്ഥനകൾ, ദൈവത്തിന്റെ സ്റ്റാറ്റസിൽ നിന്നല്ല. ഇറ്റ് ഈസ് എ ഡൺ ഡീൽ എന്നുള്ളത് ദൈവത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള, അതായത് ദൈവത്തിൽ നിന്നുള്ളതാണ്.
നമ്മൾ ദൈവത്തിന്റെ ഷൂസിൽ നിന്നിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മനുഷ്യന്റെ ഷൂസിൽ നിന്നിട്ടാണ്. അപ്പൊ നമ്മളാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഈ കാലത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചു. കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എന്നാൽ കർത്താവ് അതിനിടയിൽ എന്ത് ചെയ്തു? കൈറോസ് ക്രിയേറ്റ് ചെയ്തു. മനുഷ്യർക്ക് പ്രമോദമുണ്ടാക്കി. അതുകൊണ്ടാണ് സുവിശേഷം മൂലം അവൻ ജീവനും അക്ഷയതയും വെളിപ്പെടുത്തി. നിത്യമായിട്ട് ആ ജീവനും അക്ഷയതയും നമുക്ക് വെളിപ്പെടുത്തും. അപ്പം അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ പോകുന്നത്. നിന്റെ സ്വർഗീയ ബലിപീഠത്തിൽ അവരുടെ ഓർമ്മയെ മഹത്വീകരിക്കണമേ. നിന്റെ ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരുകളെ എഴുതണമേ. അവരുടെ ശവകുടീരങ്ങളിൽ നിന്റെ ദൃഷ്ടി പതിയണമേ. പാതാളക്കുഴിയിൽ പൂണ്ടുകിടക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ. ഇപ്പോഴും നാഥാ സ്നേഹാതിരേകത്താൽ നിന്റെ ആരാധകരെ കരുണയോടെ കടാക്ഷിക്കണമേ. അവരിൽ ആശ്വാസവും കരുണയും സന്തോഷവും ശാന്തിയും ഒഴുക്കണമേ. അവരുടെ അസ്ഥികളിൽ നിന്റെ കരുണയാകുന്ന പരിമഞ്ഞിനെ തളിക്കണമേ. നാളെ രാവിലെ നിങ്ങൾ പള്ളിയിൽ ചെല്ലുമ്പോൾ കേൾക്കാവുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഞാനത് വിശദമായിട്ട് വായിക്കുന്നില്ല. പള്ളിയിൽ പോയി നിങ്ങൾ കേൾക്കുക. എന്നാൽ അവിടെ അടുത്ത് വായിക്കുമ്പോൾ ജീവന്റെ പ്രത്യാശയാൽ അവരെ ധൈര്യപ്പെടുത്തണമേ. പാപമോചനത്താൽ അവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ മഹത്വം. ഈ പാപമോചനം എന്താണ്? പാപമോചനം ഇപ്പൊ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ കണ്ടിന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഏറെക്കുറെ അറിയാം എന്താണ് പാപമോചനം. പാപമോചനം എന്ന് പറഞ്ഞാൽ ഈ ക്രോണോസ് എന്ന പുഴയിൽ നിന്ന് കൈപിടിച്ചു കയറ്റുക. അതാ പാപമോചനം. നമ്മള് ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നമ്മൾ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. നമ്മൾ ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മളൊരു ബോട്ടിലിരിക്കുക, അല്ലെങ്കിൽ ഒരു ലൈഫ് ഇതുണ്ടല്ലോ, ഏതാ ലൈഫ് ബാഗ്, ലൈഫ് ജാക്കറ്റ്. നമ്മൾ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു വലിയ കുത്തൊഴുക്കപ്പെട്ട് നമ്മളിങ്ങനെ ഒഴുക്കിക്കൊണ്ട് പോകുക. അതൊന്ന് ഓർത്ത് നോക്കി. അത് നിങ്ങൾ ഇങ്ങനത്തെ അമ്യൂസ്മെന്റ് പാർക്കുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണാം. ഞാൻ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. വാട്ടർ പാർക്കിലൊക്കെ നമ്മൾ വെച്ചിട്ട് ഈ വെള്ളം പമ്പ് ചെയ്ത് നമ്മളെ കൊണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്നത്. അതുപോലെ ഈ ക്രോണോസ് എന്ന പുഴ നമ്മളെ കൊണ്ട് പോവാ. നമുക്ക് നോ കൺട്രോൾ. നമുക്കൊരു കൺട്രോളും ഇല്ല. കൈറോസിൽ നമുക്ക് കൺട്രോൾ ഉണ്ട്. നമ്മൾ നീന്തി കയറുന്ന. അപ്പൊ ഈ ക്രോണോസിലൂടെ നമ്മളെ ഒഴുക്കിക്കൊണ്ട് പോവാ. നമ്മളെ ഈ വലിച്ചുകൊണ്ട് പോകുന്ന ഈ പുഴയിൽ നിന്ന് നമ്മളെ എടുത്തു പൊക്കുക. അതാണ് പാപമോചനം. പാപമോചനത്താൽ അവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ മഹത്വത്തിൻ സത്യത്തിൽ അവരെ സ്ഥിരീകരിക്കണമേ. ഭാഗ്യമേറിയ ഭവനങ്ങളിലേക്ക് അവരെ സ്ഥിരീകരിക്കണമേ. ഭാഗ്യമേറിയ ഭവനം. എന്താണ് ഈ ഭാഗ്യമേറിയ ഭവനം? ഭാഗ്യമേറിയ ഭവനം എന്ന് പറഞ്ഞാൽ ക്രോണോസിൽ പെടാത്തതാണ്. ഭാഗ്യമേറിയ ഭവനങ്ങളിലേക്ക് അവരെ സ്ഥിരീകരിക്കണമേ. കർത്താവെ, പുനരുത്ഥാനത്തിന്റെ മഹാദിവസമായ കാലാന്ത്യത്തിൽ ക്രൂബേന്മാരുടെ പുകഴ്ചകളോടും സ്രോപ്പേന്മാരുടെ പാട്ടുകളോടും ആഘോഷമായി നീ എഴുന്നള്ളും. ഇപ്പൊ കർത്താവെ, പുനരുത്ഥാനത്തിന്റെ മഹാദിവസമായ കാലാന്ത്യത്തിൽ നിങ്ങൾ നാളെ പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ പ്രാർത്ഥന കേൾക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ണിക്കൂടെ കണ്ണുനീര് ഒഴുകണം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ കർത്താവെ, പുനരുത്ഥാനത്തിന്റെ മഹാദിവസമായ കാലാന്ത്യത്തിൽ, ദ എൻഡ് ഓഫ് ടൈം, അവിടെ ക്രോണോസ് നിൽക്കുകയാണ്. നിങ്ങൾ ആ അണ്ടർസ്റ്റാൻഡിങ്ങോടെ അത് കേൾക്കണം. കർത്താവെ, പുനരുത്ഥാനത്തിന്റെ മഹാദിവസമായ കാലാന്ത്യത്തിൽ ക്രൂബേന്മാരുടെ പുകഴ്ചകളോടും സ്രോപ്പേന്മാരുടെ പാട്ടുകളോടും ആഘോഷമായി നീ എഴുന്നള്ളും. വിശ്വാസികളുടെ അഭിമാനത്തിനും നിന്നെ കുരിശിച്ചവരുടെ ലജ്ജയ്ക്കുമായി നിന്റെ കുരിശിന്റെ സജീവ ലക്ഷ്യം അതിമഹത്വത്തിൽ തെളിവായി കാണപ്പെടും. അതായത് ഈ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. കർത്താവ് പറയുന്നുണ്ട്, തന്റെ വലിയ മഹത്വത്തോടെയുള്ള എഴുന്നള്ളത്തിന്റെ തൊട്ടുമുമ്പ് സംഭവിക്കുന്ന എന്താണ്? ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അളവ്, സ്ലീബ. അപ്പൊ ആകാശത്തിൽ സ്ലീബ പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ് ആദ്യം സംഭവിക്കുന്നത്. ആകാശത്തിൽ സ്ലീബ പ്രത്യക്ഷപ്പെടും. അതാണ് ഇവിടെ ഈ പ്രാർത്ഥനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിന്നെ കുരിശിച്ചവരുടെ ലജ്ജയ്ക്കുമായി നിന്റെ കുരിശിന്റെ സജീവ ലക്ഷ്യം അതിമഹത്വത്തിൽ തെളിവായി കാണപ്പെടും. അപ്പൊ ആദ്യം കാണപ്പെടുന്നത് ആകാശത്തിൽ കുരിശാണ്. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രന്റെ അടയാളം അന്ന് ആകാശത്ത് വെളിപ്പെടും. അതുകൊണ്ടാണ് കർത്താവിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്ത് ആണ് നമ്മൾ ഈ നമ്മുടെ പള്ളികളിലെ ഈ പ്രദക്ഷിണത്തിന് നമ്മൾ റാസ ഇറങ്ങുമ്പം
നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്താണ് ആ റാസയിൽ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും മുമ്പിൽ ഒരു കുരിശ് വരും. ആദ്യം കുരിശ് വരും. കാരണം കർത്താവിൻ്റെ എഴുന്നള്ളത്തിന് മുമ്പ് ആദ്യം സംഭവിക്കുന്ന ആ കുരിശ് ആകാശത്ത് പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് ഏറ്റവും ഫ്രണ്ടിൽ കുരിശ് കൊണ്ടുവരും. പിന്നെ സ്വർഗീയ ദൂതന്മാരുടെ ഗണങ്ങൾ, വിശുദ്ധന്മാർ, കർത്താവ് തമ്പുരാൻ എല്ലാം എഴുന്നള്ളി വരുന്നത്. അതാ കാണിക്കുന്നത്. നമ്മൾ റാസായുടെ ക്രമം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചാണ്. ഏറ്റവും മുമ്പിൽ കുരിശ് വരുന്നു, അതിനുശേഷം കൊടികൾ വരുന്നു. അത് കർത്താവിനോടൊന്നിച്ച് കർത്താവ് ജനിച്ചപ്പോൾ കൊല്ലപ്പെട്ട ശിശു സഹോദരന്മാർ, ശിരച്ഛേദം ചെയ്യപ്പെട്ട ശിശു സഹോദരന്മാരെ ഓർമ്മിക്കുകയാണ്. കുറെ കുഞ്ഞു കൊടികൾ ഇങ്ങനെ വരുന്നത്. പിന്നെ കാണുന്നത് വെട്ടുകൊടയാണ്. അത് ശിരച്ഛേദം ചെയ്യപ്പെട്ട യോഹന്നാൻ സ്നാപകനെയാണ് ഓർക്കുന്നത്. അതിനുശേഷം മുത്തുക്കൊടകൾ വരുന്നു. അത് സ്വർഗീയ ദൂതന്മാരെയും വിശുദ്ധന്മാരെയും കാണിക്കുന്നു. അതിനുശേഷം ഈ ബാൻഡ്മേളവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുന്നു. അതിനെ അനുസ്മരിപ്പിക്കാനാണ് ബാൻഡും മേളങ്ങളും. പിന്നീട് മേഘത്തേരിലാണ് കർത്താവ് വരുന്നത്. മേഘത്തേരി, അതിനാണ് മേക്കട്ടി എന്ന് പറയുന്ന. മേഘത്തട്ടി എന്നുള്ളതിന്റെ പിന്നീട് ലോപിച്ച് മലയാളത്തിൽ മേക്കട്ടി എന്നൊക്കെ ആയിപ്പോയതാണ്. മേഘത്തട്ടി, അതിന്റെ കീഴെ അച്ഛന്മാര് വരുന്നു. 3 അച്ഛന്മാരാണ് സാധാരണ നിൽക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ അതിന്റെ പുറകിൽ വിശ്വാസികളുടെ വലിയ സമൂഹം. അതാരാണ്? സകല പരേതരെയും അനുസ്മരിപ്പിക്കുന്നു. അതാണ് ഈ റാസ എഴുന്നള്ളി ഇങ്ങനെ വരുന്നത്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ ഒരു ഡ്രമാറ്റിക് പ്രസന്റേഷനാണ്. മരിച്ചോർ കുയിരേകുന്നോനേ, അവരുടെ ശരണവുമായോനേ, നിന്നെ കുമ്പിടുമേ ലോകം, നാവുകൾ നിന്നാ. അതായത് every knee shall bow and every tongue will confess that Jesus is Lord. ഈ മരിച്ചവർ എന്ന് പറഞ്ഞാൽ മുഴു മനുഷ്യവർഗവും ഈ ക്രോണോസ് എന്ന പുഴയിലേക്ക് വീണു മരിച്ചു എന്ന് പറഞ്ഞാൽ ആദാമാണ് വീണത്. ആദാം വീണതോടുകൂടെ ആദാമ്യ സന്തതികൾ മുഴുവൻ വീണു. എവിടെ വീണു? ഈ പുഴയിൽ വീണു. പിന്നീട് പ്രണയവും വിരഹവും ഇണചേരലും സന്താനോൽപാദനവും എല്ലാം നടക്കുന്നത് ഈ പുഴയിലാണ്. ഈ പുഴയാണ് മരണം. അതാണ് കർത്താവ് പറഞ്ഞത്, ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും. അതുകൊണ്ടാണ് ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ആദാം എവിടെ നിന്ന് വീണു? ആദാം അയോണിൽ നിന്ന് ദേ ഈ ക്രോണോസിൽ വന്ന് വീണ് കിടക്കുന്നു. ആദാമിൽ എല്ലാവരും മരിക്കുന്നു. ആദാം മരിക്കുന്ന ഈ പുഴയിലേക്ക് കർത്താവ് തമ്പുരാൻ എന്ത് ചെയ്തു? സ്വയം ശൂന്യനാക്കി താഴേക്ക് ഇറങ്ങി വന്നു. ഇപ്പൊ എല്ലാവരും ഈ പുഴയെ കിടക്കുക. അപ്പൊ ഇതിങ്ങനെ ഒഴുക്കിക്കൊണ്ട് പോവാണ്. അപ്പൊ റിലേറ്റീവ് ആണ്. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി. ഇപ്പൊ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒരാൾ ഗ്രഹിച്ചാൽ അവൻ ഓർത്തഡോക്സിയെ ഗ്രാബ് ചെയ്യും. പിന്നെ അവന് മണ്ടത്തരം വിശ്വസിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ ക്രോണോസ് എന്താന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അയ്യോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എവിടെ? എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ പുഴയിൽ വീണതാണ്. ചിലപ്പോൾ ചില ആളുകൾ പറയുന്നത് കേൾക്കാറില്ല, ഇറ്റ്സ് ഓൺലി മാറ്റർ ഓഫ് ടൈം എന്ന്. അതെ, മാറ്റർ ഓഫ് ടൈം. അതെന്താണ്? അത് സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, നമുക്ക് പ്രകാശവേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നെങ്കിൽ ഇതിനെ അതിജീവിക്കാൻ പറ്റും, അതിന്റെ മുമ്പിൽ ചെല്ലാൻ പറ്റും. പ്രകാശത്തിന്റെ 10 ഇരട്ടി വേഗത്തിൽ സഞ്ചരിച്ചാലോ? അപ്പം നമ്മുടെ വേഗവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഈ സമയം നിൽക്കുന്നത്. അപ്പം വേഗവും സമയവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ മരണം നിൽക്കുന്നത്. അപ്പൊ വേഗത്തെയും സമയത്തെയും മുഴുവൻ എന്താക്കി കളയാൻ പോവാണ്? ഘനീഭവിപ്പിക്കുകയാണ് കർത്താവ്. അതാ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. നമ്മൾ ഈ ക്രോണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നോക്കിക്കഴിയുമ്പോൾ വലിയ പ്രശ്നമാണ്. കാരണം മരിച്ചവർ ഉയർക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പക്ഷെ നമുക്ക് ഈ ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇറ്റ് ഈസ് സോ സിമ്പിൾ. അതാണ് ഇവിടെ പറയുന്നത്, കാലാന്ത്യത്തിൽ, സമയത്തിന്റെ അവസാനത്തിൽ കർത്താവ് വെളിപ്പെടാൻ പോവാ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ അണ്ടർസ്റ്റാൻഡിങ് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം നമ്മൾ ഈ പുഴയിലൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒഴുകി പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു വലിയ കുട്ടക ഒഴുകി വരുന്നുണ്ട്. ആ കുട്ടകത്തെ അള്ളി പിടിച്ചിരിക്കുക, നമ്മളെ കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? പ്രളയമാണ്, ഇങ്ങനെ ഒഴുക്കി പൊക്കോണ്ടിരിക്കുക.
നമ്മൾ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളീ പറയും നമ്മുടെ വാങ്ങിപ്പോയവർ, മരിച്ചുപോയവർ, ദേ ആർ വെരി റിയൽ ടു ഗോഡ്. നമ്മളിപ്പോൾ ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കുന്നു, നമ്മളിപ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നുവോ അതേപോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. നമുക്ക് അവരെ ഡയറക്റ്റ് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഈ പുഴയിലാണ്. ഇപ്പൊ നമ്മുടെ ആ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ ഈ പുഴയുടെ ഈ ഭാഗത്തുള്ളവർ മാത്രമാണ് റിയൽ. അപ്പൊ ഈ ഭാഗത്തുള്ളവരുമായിട്ട് മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഞാൻ ആ ഡിസ്നി വേൾഡിൽ പോയ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ആ ഡിസ്നി വേൾഡ് ഇങ്ങനെ ഒരു ചുറ്റിക്കറങ്ങി ഇങ്ങനെയുള്ള ഒരു നദിയാണ്. ഹ്യൂജ് കേട്ടോ. കാരണം നമ്മൾ ഈ ഡിസ്നി വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹ്യൂജ്. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വലുതാണ്. ഇവിടെ അത് തന്നെ 65,000 ഏക്കറാണ്. അപ്പൊ അതിനകത്ത് വലിയൊരു സംഭവം ഉണ്ടാക്കി വെച്ചു. അപ്പൊ അതിനകത്തൂടെ നമ്മളിങ്ങനെ പോവാ, നമ്മളെ കൊണ്ട് ഒഴുക്കിക്കൊണ്ട് പോവാ. അപ്പൊ നമ്മളിത് പാസ് ചെയ്തു വരും. അതെല്ലാം ഇല്ലാതെയായി എന്നല്ല, നമ്മളിരിക്കുന്ന ബോട്ടും നമ്മളത് പാസ് ചെയ്തു. അപ്പോൾ നമ്മൾ കാണുന്നത് മാത്രമാണ് റിയൽ. അപ്പൊ നമ്മൾ പാസ് ചെയ്തൊക്കെ ഇല്ലാതായി പോയെന്നില്ല, പാസ് ചെയ്തു എന്നേ ഉള്ളൂ. സോ നമ്മൾ എങ്ങനെ റിയൽ ആയിരിക്കുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ മിക്കി മൗസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കി മൗസ് എന്നെ 2 കോക്രിയൊക്കെ കാണിച്ചു, ഞാനും 2 കോക്രി കാണിച്ചു. പക്ഷെ എന്റെ ബോട്ട് എന്ത് ചെയ്തു? എന്റെ ബോട്ട് ഒഴുകി പോയി. അപ്പോൾ അടുത്ത ബോട്ട് ആ മിക്കി മൗസിന്റെ മുമ്പിൽ വന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് മിക്കി മൗസ് മരിച്ചുപോയി, അല്ലെങ്കിൽ ഞാൻ മിക്കി മൗസിനെ പാസ് ചെയ്ത് പോന്നു. അതുകൊണ്ടാണ് ഈ മരിച്ചു പോകുന്നതിന് പാസ്ഡ് അവേ എന്ന് ഇംഗ്ലീഷിൽ പറയും. പാസ്ഡ് അവേ. മഹാത്മാഗാന്ധി പാസ്ഡ് അവേ, ജവഹർലാൽ നെഹ്റു പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കടന്നു പോന്നു കഴിഞ്ഞു. പക്ഷെ അടുത്ത ബോട്ട് അവിടെ വരുമ്പോൾ ആ മിക്കി മൗസ് ആ ബോട്ടിലുള്ളവർക്ക് റിയൽ ആണ്. ആ സംഗതിയുടെ നടത്തിപ്പുകാരനെ സംബന്ധിച്ച് ഇതെല്ലാം എല്ലാവരും ഒരുപോലെ റിയൽ ആണ്. കാരണം അയാൾ അകത്ത് ഇരുന്ന് ഈ ഓരോ സെക്ഷന്റെയും സെക്യൂരിറ്റിക്കാരുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഒരുമിച്ച് ക്യാമറ വെച്ച് അവര് ഒരുമിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് ഇപ്പം 150 സീനാണെങ്കിൽ 150 സീനിന്റെ സ്ക്രീൻ അവിടെ ഇരിപ്പുണ്ട്. അവർ 150 സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, അവൻ മരിച്ചുപോയവരുടെ ദൈവമല്ല. മത്തായി 23 പറയുന്നത്, അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് നമ്മുടെ ദൈവം. എന്നിട്ട് പറയാണ് അവൻ മരിച്ചുപോയവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ സംബന്ധിച്ച് അബ്രഹാമും ഇസഹാക്കും യാക്കോബും ജീവനുള്ളവരാണ്. നമ്മൾ ഈ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് കൊണ്ടും നമ്മൾ ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ ആയിരിക്കുന്നത് കൊണ്ടും ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമുക്കിത് ഗ്രഹിക്കാൻ പറ്റാത്തത്. എന്നാൽ പ്രാർത്ഥനയുടെ അനുപമ തലങ്ങളിലേക്ക് ഉയർന്ന നമ്മുടെ സഭയുടെ പിതാക്കന്മാർക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പത്രോസും യാക്കോബും യോഹന്നാനും. പത്രോസും യാക്കോബും യോഹന്നാനും അവർ താബോർ മലയുടെ മുകളിൽ ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുകയാണ്. മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവർ അവിടെ ക്രോണോസിന്റെ ഇൻഫ്ലുവൻസിനെ അതിജീവിച്ചു. മനസ്സിലായി? അതായത് ക്രോണോസ് ആണ് നമ്മളെ ഒഴുക്കിക്കൊണ്ട് പോകുന്നത്. അപ്പൊ ആ ക്രോണോസിനെ എന്ത് ചെയ്യാണ്? ക്രോണോസിന്റെ പവറിനെ ഓവർകം ചെയ്യുകയാണ്. ഇപ്പൊ ക്രോണോസിന്റെ പവറിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാം. ആരോട് സംസാരിക്കാം? ഇറ്റ് ഈസ് സോ സിമ്പിൾ. ഇപ്പൊ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ക്രോണോസിന്റെ പവറിനെ ഓവർകം ചെയ്തു. അബ്രഹാം നേരെ ഏലിയാവിനോടും മോശയോടും സംസാരിക്കുകയാണ്. കാരണം അവിടെ ഒരു കൈറോട്ടിക് എഫക്റ്റ് ഉണ്ടാകുകയാണ്. കൈറോസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഏലിയാവ് എടുക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഏലിയാവ് ഈ ക്രോണോസിലായിരുന്നു. പെട്ടെന്ന് അവിടെ അഗ്നിയശ്വങ്ങൾ വെളിപ്പെട്ടു, അഗ്നിരഥങ്ങൾ വെളിപ്പെട്ടു, ഒരു ചുഴലിക്കാറ്റുണ്ടായി. ആ ചുഴലിക്കാറ്റിലൂടെ
ഏലിയാവ് എടുക്കപ്പെട്ടു. ഏലിയാവ് എവിടേക്ക് എടുക്കപ്പെട്ടു? സമയത്തിനു മുകളിലേക്ക് എടുക്കപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇപ്പൊ നാളെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന സെദ്രായിക്കകത്ത് അത് പറയുന്നുണ്ട്, അവസാന നാളിൽ ഇതുപോലെ മാലാഖമാര് തീയായിട്ട് ഇറങ്ങി വന്നിട്ട് ആണ് സംഭവിക്കുന്നത്. കാരണം ഈ ടൈമിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്, ടൈമിനെ അവസാനിപ്പിക്കുന്ന ഒരു സംഭവം അവിടെ പറയുന്നുണ്ട്. നിന്റെ ഭക്തന്മാർക്ക് നിന്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റും, നിന്റെ ആരാധകർക്ക് നിന്റെ പ്രതിജ്ഞകളെ നീ സഫലമാക്കും. മനുഷ്യരോട് പ്രീതിയുള്ളവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുനരുത്ഥാന ദിവസം വന്നു ചേരുകയും പരിശോധനാ നാൾ അടുക്കുകയും ചെയ്യുമ്പോൾ ആകാശഭാഗങ്ങൾക്ക് കീഴിൽ നീ ഉദിക്കും. പ്രാബല്യത്തോടെ ഭൂമിയിൽ നീ വെളിപ്പെടും. നിന്റെ നിയോഗം പാതാള അധീനതയിൽ നിന്നും മരിച്ചുപോയവരെ തിരിച്ചെടുക്കും. ശവക്കുഴിയിലുള്ളവരെ മരണാധികാരത്തിൽ നിന്നും നിന്റെ ശബ്ദം പുറത്തു കൊണ്ടുവരും. നിന്റെ അധികാരം നശ്വര ഭൂമിയിൽ നിന്നും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഭാരത്തെയും തിരിച്ചു വാങ്ങുന്നു. ആത്മശരീരങ്ങളെ പരിപൂർണവും ശ്രേഷ്ഠവുമായ വിധത്തിൽ നീ ഒന്നിച്ചു ചേർക്കും. അപ്പോൾ പൂർണ്ണന്മാരെ അവരുടെ ക്ലേശത്തിനും യോഗ്യമായ മഹിമയും അവരുടെ വേലയ്ക്കൊത്ത പ്രഭയും നീ ധരിപ്പിക്കും. അടുത്ത ഒരു ഭാഗമുണ്ട്. ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, സ്വർഗത്തിൽ നിന്നുള്ള നിന്റെ എഴുന്നള്ളത്തിന്റെ മഹാദിവസം അഖിലാണ്ടത്തെയും നീതിയോടെ വിധിപ്പാൻ നിന്റെ ദൈവത്വത്തിന്റെ സജീവ അടയാളം പ്രത്യക്ഷപ്പെടും. പിന്നെയും പറയട്ടോ, സജീവ അടയാളം പ്രത്യക്ഷപ്പെടും. അത് ഈ ആകാശത്ത് കുരിശ് വെളിപ്പെടുന്നതാണ്. അപ്പോൾ അതിന്റെ താഴെ വായിക്കുന്നത്, അപ്പോൾ ലോകത്തിന്റെ മൂലപദാർത്ഥങ്ങൾ അഴിയും, സൃഷ്ടിഘടന പിരിയും, മരണത്തിന്റെ ഭണ്ഡാരം ഒഴിഞ്ഞു പോകും. അപ്പോൾ ന്യായാധിപൻ കോപിക്കും, നരകാഗ്നി ജ്വലിക്കും, ദുഷ്ടന്മാർ തങ്ങൾക്ക് കഷ്ടം വരിക്കും, അന്ധകാരം വർദ്ധിക്കും, സൃഷ്ടിയുടെ ക്രമത്തിന് ഭ്രംശം നേരിടും, തലമുറ തെറ്റും, സംവത്സരത്തിന്റെ പരിവർത്തനം നിന്നുപോകും, രാവും പകലും എന്നത് നിന്നുപോകും, മാസങ്ങളുടെയും വാരങ്ങളുടെയും സംഖ്യ ഇല്ലാതെയാകും. അപ്പോൾ ഭയങ്കര തീനദി നീളെ ഒഴുകും, ഓർമ്മ പുസ്തകം തുറക്കപ്പെടും, സൂര്യൻ വ്യത്യാസപ്പെടും, അന്തരീക്ഷം മർമ്മരസ്വരം പുറപ്പെടുവിക്കും, വായു ക്ഷോഭിക്കും, ചന്ദ്രൻ ഇരുണ്ടുപോകും, മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും സൈന്യങ്ങൾ പറന്നിറങ്ങും, അവർ അന്തരീക്ഷത്തിൽ പാറിപ്പറക്കും. അപ്പോൾ ഭൂമി ആകമാനം ഇളകും, പർവ്വതങ്ങളും കുന്നുകളും വിറയ്ക്കും, കല്ലുകളും പാറകളും പൊടിയും. അപ്പോൾ ആദിഭൂതങ്ങൾ അഴിയും, അഗ്നിരഥങ്ങൾ പൂട്ടപ്പെടും, എരുതിയിൽ ചക്രങ്ങൾ ഉരുളും, ഭയങ്കരമായി ദഹിപ്പിക്കുന്ന അഗ്നിനദി ഒഴുകും. അപ്പോൾ കാഹളധ്വനി ഉണ്ടാകും, കൊമ്പിന്റെ സ്വരം മുഴങ്ങും, ഖബറുകൾ തുറക്കപ്പെടും, മരിച്ചുപോയവർ ഉയർക്കും. അപ്പോൾ സിംഹാസനം തയ്യാറാകും. ഈ പ്രയറുകൾക്കകത്തൂടെ വരുന്നത് ഇതെല്ലാം ടൈമിനെ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ പരിമിതമായ ഭാഷയിൽ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ടൈം സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഈ ക്രോണോസിന്റെ പ്രവാഹം, ആ ക്രോണോസിന്റെ മഹാപ്രവാഹത്തെ സ്റ്റോപ്പ് ചെയ്യാം. ഈ പ്രളയത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട നോയമ്പ് കാലത്തിലേക്ക് പോവുകയാണ്. നോയമ്പ് വളരെ അടുത്തിരിക്കുന്നു. പരിശുദ്ധ നോയമ്പെ സമാധാനത്തല്ലേ വരിക എന്ന് പറഞ്ഞ് നോയമ്പിനെ വരവേൽക്കുവാൻ നിങ്ങൾ ഒരുങ്ങുക. അതൊരു ഭാരമായി തീരാതെ അതൊരാസ്വാദിതയായി തീരുവാൻ നോയമ്പിന്റെ ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് ആ കൈറോസിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഞാൻ നിങ്ങൾക്ക് നല്ല നോയമ്പിനെ ആശംസിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർ നോയമ്പിനെ വളരെ സന്തോഷത്തോടെയാണ് കണ്ടിരുന്നത്. അതൊരു ബുദ്ധിമുട്ടായിട്ടോ ഭാരമായിട്ടോ പ്രയാസമായിട്ടോ അല്ല. നോയമ്പ് എടുക്കുന്നത് ഒരു സന്തോഷം. ദാവീദ് രാജാവ് പറയുന്നുണ്ട്, നിന്റെ തിരുവെഴുത്തുകളെ ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം യാമപ്രാർത്ഥനകൾ ദാവീദ് എഴുതിയിരിക്കുന്ന സങ്കീർത്തനത്തിൽ, ഞാൻ യാമപ്രാർത്ഥനകൾ വരാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ആവലോടെ കാത്തിരിക്കുകയാണ്. കാരണം ആ യാമപ്രാർത്ഥന വരുന്ന സമയത്ത്, ആ യാമപ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എനിക്കൊരു കൈറോസ് ഉണ്ടാകുകയാണ്. ഞാൻ ഈ ക്രോണോസിന്റെ ബന്ധനത്തിൽ നിന്ന് താൽക്കാലികമായി വിമുക്തി പ്രാപിക്കുകയാണ്. ഞാനൊന്ന് ജീവിച്ചോട്ടെ. മനസ്സിലാകുന്നുണ്ടോ? മറ്റേ നമ്മളെ ഒഴുക്കിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഒഴുക്കിക്കൊണ്ട് പൊക്കൊണ്ടിരിക്കുന്ന റുട്ടൈൻ ആയിട്ട് നമ്മളെ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുന്ന ഈ സമയപ്പുഴയിൽ നിന്ന്, ഈ സമയ നദിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഒരു നിമിഷം മോചനം പ്രാപിക്കുകയാണ്. അതാണ് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത്. ആ ദൈവസാന്നിധ്യം ദാവീദ് അനുഭവിച്ചത് ഈ യാമപ്രാർത്ഥനയിലാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്,
എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്യാണ്? കൊതിക്കുകയാണ്, അതിനുവേണ്ടി വാഞ്ചിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവാലയത്തിലേക്ക് പോകാം എന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചു. കാരണം ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ആ കൈറോസിലേക്ക് കയറും. ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ നിന്റെ ആലയത്തിന്റെ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് ഏറെ നല്ലത്. നിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ നല്ലതാണ്. നിന്റെ ആലയത്തിന്റെ വാതിൽക്കാവൽക്കാരനായിരുന്നാലും ഞാൻ എവിടെയാണ്? ഞാൻ ആ കൈറോസിലാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റേണിറ്റിയിലേക്ക്, സമയം കനിഭൂതമാകുന്ന ആ അനശ്വരതയുടെ മണ്ഡലത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ്. അപ്പം അതുകൊണ്ട് നോയമ്പിനെ എങ്ങനെയാണ് കാണേണ്ടത്? നോയമ്പിൽ നിങ്ങൾക്ക് കൂടുതൽ കൈറോസ് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നോയമ്പിലെ പ്രാർത്ഥനകൾ, വർജനങ്ങൾ, അനുതാപം, ഗാനങ്ങൾ, കുമ്പിടൽ, ഇതിലെല്ലാം നിങ്ങൾക്ക് ഏത് നിമിഷവും കൈറോസ് അനുഭവങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ നോയമ്പിനെ വെൽക്കം ചെയ്യുക. ഈ നാളത്തെ ദിവസം നമ്മൾ അനുസ്മരിക്കുന്ന എല്ലാ വാങ്ങിപ്പോയവരെയുമാണ്. ദൈ ഓൾ ആർ റിയൽ, ദൈ ഓൾ ആർ വെരി പ്രസന്റ് ബിഫോർ ഗോഡ്. ദൈവത്തിന്റെ മുമ്പിൽ അവരെല്ലാം സന്നിഹിതരാണ്. നമ്മൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ഈ പുഴയിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നതേ ഉള്ളൂ. സോ നോയമ്പിൽ വലിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. നോയമ്പിലെ പ്രാർത്ഥനകൾ ക്രമമായി പ്രാർത്ഥിക്കുവാനും അപ്പം നല്ലൊരു നോയമ്പെടുക്കുവാനും ഒരു തയ്യാറെടുപ്പായിട്ട് എല്ലാ പരാതിയും ഓർക്കുക. നാളെ സകല പരവതരുടെയും ഓർമ്മയാണ്. അവരെ അനുസ്മരിക്കുക, അവർക്കായി പ്രാർത്ഥിക്കുക. വളരെ സന്തോഷത്തോടുകൂടി നോയമ്പിലേക്ക് പ്രവേശിക്കുക. നോയമ്പ് കൃത്യമായിട്ട് എടുക്കുവാൻ ശ്രമിക്കുക. ശ്രമിക്കുക എന്നുള്ളതല്ല, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ്. അത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം നോയമ്പ് ഒരു വലിയ ആയുധമാണ്. നോയമ്പ് സഭയാണ് തുടങ്ങിയത്. സഭയുടെ നോയമ്പിനെയാണ് പിന്നീട് നമ്മുടെ ഇസ്ലാമിക സഹോദരന്മാർ പകർത്തിയത്. അവരാ നോയമ്പ് ലോകവ്യാപകമായിട്ട് കൊണ്ടാടുക. നിങ്ങൾ കണ്ടോ? നോയമ്പ് ആയുധമാണ്, പക്ഷെ അവരത് അവരുടെ രീതിയിൽ ഉപയോഗിച്ചു. നോയമ്പ് സഭയിൽ നിന്നാണ് അവർ പകർത്തിയത്. യാമപ്രാർത്ഥനകൾ, അതായത് 5 നേരം നിസ്കാരം, അതും അവരവിടെ നിന്നാണ് പകർത്തുന്നത്. നമുക്ക് 7 നേരം നിസ്കാരം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതിലൊന്നും ശുഷ്കാന്തി ഇല്ലാത്തവരായി അതെല്ലാം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ വ്യക്തിപരമായ അനുഭവത്തിൽ നിങ്ങൾക്കൊരു കൈറോസ് ഉണ്ടാകണമെങ്കിൽ ഈ നോയമ്പ് നിങ്ങൾക്ക് അതിനെ സഹായിക്കട്ടെ. സോ അതുകൊണ്ട് അതിനാണ് പിതാക്കന്മാർ നോയമ്പ് വെച്ചത്. നമ്മൾ മാറപ്രേമിന്റെ മിമ്പറായിക്കകത്ത് നമ്മൾ കേൾക്കുന്നില്ലേ, നമ്മുടെ കർത്താവ് നോയമ്പ് തോറ്റു, അല്ലേ? നമ്മുടെ കർത്താവ് നോയമ്പ് തോറ്റു, ആകൽ കറുസായെ ജയിച്ചു. ആകൽ കറുസായ ജയിച്ചത് ഈ ഒരു കാഴ്ചപ്പാട് വരുന്നതാണ്. ആകൽ കറുസ ഒരു നുണയാണ് കൊണ്ടുവന്നത്. ആ നുണയെ ജയിക്കുകയാണ്. ആകൽ കറുസായെ ജയിച്ചു. അപ്പം മോശയും ഏലിയാവും നോറ്റു, നമ്മുടെ കർത്താവ് നോറ്റു, അതുകൊണ്ട് നമ്മളും നോക്കുന്നു എന്ന് പറഞ്ഞ് അവരെല്ലാം നോറ്റ എൻ്റെ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടല്ല അവരാരും നോയമ്പ് നോറ്റത്. ഇനിയിപ്പോൾ എനിക്ക് ഇറച്ചി തിന്നാൻ പറ്റുന്നില്ല, മീൻ തിന്നാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മാറ്റുക. അങ്ങനെയുള്ള എല്ലാം ചിന്ത മാറ്റിയിട്ട് സന്തോഷത്തോടെ ഈ നോയമ്പ് അത് പവറാണ്, അത് ശക്തിയാണ് എന്ന് മനസ്സിലാക്കി നോയമ്പെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ ദൈവം എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം നാളെ വാങ്ങിപ്പോയവരുടെ ഓർമ്മയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഉടയവനെ, അവരാൽ മഹത്വപ്പെടുന്നവനെ, വന്ദനമോടെ നിനക്കു സ്തുതി. ഇങ്ങനെ ആ പാട്ട് നിന്നുപോയി. സ്തുതി പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവും
പിതൃസുത പരിശുദ്ധാത്മാവാ സത്യപരനേ നിനക്കു സ്തുതി. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനെ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം. നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഓർക്കണം, ഇത് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാർ അപ്രേം എഴുതിയ പാട്ടാണ്. മനസ്സിലായോ? 1600 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം മാറപ്രേം എവിടെയായിരിക്കും? നമ്മൾ ക്രോണോസ് ഇങ്ങനെ ഒഴുകി പോകുന്നില്ലേ? 1600 വർഷങ്ങൾ ക്രോണോസ് ഒഴുകിപ്പോകും. 1600 വർഷങ്ങൾക്കപ്പുറത്തും ആ ശബ്ദം ഇപ്പുറത്ത് വന്ന് നിൽക്കുകയാണ്. ഹീസ് വെരി മച്ച് പ്രസന്റ്. ഈസ് വെരി മച്ച് പ്രസന്റ് ഇൻ ദ കോർട്ട് ഓഫ് ഗോഡ്. അപ്പൊ നമ്മൾ അദ്ദേഹം പറയുന്നത് എന്താണ് ശ്രദ്ധിക്കുക. കൊല്ലും മഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം. വിശക്കുന്നവനപ്പം കൊടുക്കാൻ ഈശൈസുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. മോശയും ഏലിയാവും 40 ദിനം നോമ്പെടുത്തു. നമ്മുടെ കർത്താവും നോറ്റു. ആകൽ കറുസായെ ജയിച്ചു. ദിനം നോമ്പെടുത്തു. നമ്മുടെ കർത്താവും നോറ്റു. ആകൽ കറുസായെ ജയിച്ചു. കടൽ കൂപാമഗ്നികളിൽ രക്ഷിച്ചെന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ നമസ്കാരങ്ങൾക്ക് കൃപയുടെ വാതിൽ തുറക്കണമേ. പാടി കേട്ടോ. കടൽ കൂപാഗ്നികളിൽ രക്ഷിച്ചെന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കൃപയുടെ വാതിൽ തുറക്കണമേ. എന്താ കടൽ കൂപാഗ്നി? ഈ കടൽ തിരമാല അവിടെ ദൈവം രക്ഷിച്ചു. കൂപം എന്ന് പറഞ്ഞ കുഴി, ദാനിയേൽ സിംഹക്കുഴി വീണു. അഗ്നി 3 ശദ്രക് മേശക് അബേദ്നെഗോ തീച്ചൂളയിൽ വീണു. അപ്പൊ അവിടെ പറയണം കടൽ കൂപ അഗ്നികളിൽ രക്ഷിച്ചുള്ള പ്രാർത്ഥനകൾ. എന്താ നമ്മൾ പറഞ്ഞത്? കയോസ് വന്നു അവരുടെ ലൈഫിൽ, ഒരു കയോസ്. അപ്പൊ അവര് ക്രോണോസിലായിരുന്നു. ആ ക്രോണോസിൽ ഒരു കയോസ് വന്നു. കയോസ് വന്നപ്പോൾ എന്ത് ചെയ്തു? തീച്ചൂളയിലേക്ക് വീണു. തീച്ചൂളയിലേക്ക് വീണപ്പോൾ അവിടെ എന്തുണ്ടായി? അവിടെ ഒരു കൈറോസ് ഉണ്ടായി. കൈറോസ്. ആ കൈറോസ് വന്നപ്പോൾ ഒരു 4-ാമനെ ആ തീച്ചൂളയിൽ കാണുകയാണ്. അപ്പൊ കൈറോസിൽ അവരുടെ രോമം കരിഞ്ഞില്ല. കയോസ് ഉണ്ടായി. ദാനിയേൽ എന്ത് ചെയ്തു? പതിവ് പോലെ യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്ന് 3 നേരം പ്രാർത്ഥിക്കുകയാണ്. ക്രോണോസ് ആണ്, റുട്ടൈനാണ്.
ക്രോണോസ് ആണ്. ഇപ്പൊ ക്രോണോസിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കയോസ് വരുന്നത്. കയോസ് വന്നിട്ട് എന്ത് ചെയ്യാണ്? ദാനിയലിനെ പിടിച്ച് സിംഹക്കുഴി കൊണ്ടിടുകയാണ്. സിംഹക്കുഴി കൊണ്ടിടുമ്പോൾ ആ സിംഹക്കുഴിയിൽ എന്ത് വെളിപ്പെടുകയാണ്? ഒരു കൈറോസ് വെളിപ്പെടുകയാണ്. സിംഹങ്ങളുടെ വാ തുറക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ റോയ് പുത്തൂര് പാടുന്ന കേട്ടല്ലോ. അദ്ദേഹം പാടുന്ന ഇതാണ്: കടൽകൂപ അഗ്നികളിൽ രക്ഷിച്ചെന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ നമസ്കാരങ്ങൾക്ക് കൃപയുടെ വാതിൽ തുറക്കണമേ എന്ന് പറഞ്ഞാൽ ഒരു കൈറോസ് ക്രിയേറ്റ് ചെയ്യപ്പെടണമേ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ നമസ്കാരങ്ങളിൽ, നിങ്ങളുടെ നോയമ്പുകളിൽ കൈറോസുകൾ, അടിക്കടി കൈറോസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സോ കടൽ കൂപാമഗ്നികളിൽ രക്ഷിച്ചെന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ നമസ്കാരങ്ങൾക്ക് കൃപയുടെ വാതിൽ തുറക്കണമേ. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ. അപ്പോൾ ശരി, അങ്ങനെ ആകട്ടെ. ഈ ആഴ്ച നിങ്ങൾ ഇറച്ചി മീനുമൊക്കെ കഴിക്കുക, സന്തോഷിക്കാൻ. നെക്സ്റ്റ് വീക്കിൽ നോയമ്പാണ്. പിന്നെ എനിക്ക് ആരും മെസ്സേജ് അയക്കരുത്, ആകെ ടെംപ്ടേഷനാണ്, പ്രശ്നമാണ് എന്നൊന്നും പറഞ്ഞ് മെസ്സേജ് ഒന്നും അയക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ഈ ആർക്കാ പാട്ട് വേണ്ടത്? നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ പേജ് ചെല്ലുക, അവിടെ ഈ പാട്ടുണ്ട്. ഗ്ലോറിയസ് ഗോസ്പൽ പേജ് ചെല്ലുക, വീഡിയോസ് സെലക്ട് ചെയ്യുക, അതിനകത്ത് നിങ്ങൾക്ക് പാട്ട് കാണാൻ പറ്റും. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.